പക്ഷേ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരോധാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ തന്നെ മിസ്സിംഗ് കേസുകൾ ഇതുമായി എടുത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്യിക്കുന്ന കേസുകൾ കാണും. ഇതിന്റെ അന്വേഷണത്തിന്റെ പുരോഗതി എന്താകും എന്നാണ് ആക്ഷൻ കൗൺസിൽ വിചാരിക്കുന്നത്? നിങ്ങളിപ്പോൾ വർഷങ്ങളായി ഇതിന് പിന്നാലെയാണല്ലോ, അതിന് പിന്നാലെയാണ് ഈ കേസുകളൊക്കെ വരികയും ചെയ്യുന്നത്. ഇപ്പോഴൊരു തുമ്പ് എന്ന നിലയ്ക്ക് നിങ്ങൾ ഇതിനെ വളരെ കാര്യമായി കാണുകയും ചെയ്യുന്നത്. പക്ഷേ ഈ തെളിവുകളെല്ലാം കിട്ടിയാൽ പോലും കൊല നടത്തി എന്ന് തെളിയിച്ചെടുക്കണമെങ്കിൽ വളരെ ശാസ്ത്രീയമായ കാര്യങ്ങൾ കൂടി വേണ്ടിവരും. ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. ദൃക്സാക്ഷികളില്ലാത്ത കേസ് തെളിയിച്ചെടുക്കുക എന്ന് പറയുന്നതിന് വളരെ ശാസ്ത്രീയമായ എവിഡൻസ് വേണ്ടിവരും. അതിന് കാലപ്പഴക്കം ഒരു വലിയ പ്രശ്നമായിരിക്കും. ശരി, ജൈനമ്മയുടെ കേസിൽ കാലം അനുകൂലമാണ്. പക്ഷേ നിങ്ങളടക്കം തുടങ്ങി വെച്ച അന്വേഷണമുണ്ടല്ലോ, ആ കേസുകളിലേക്കൊക്കെ നയിക്കുന്ന തെളിവുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ, തീർച്ചയായിട്ടും. ഇതിൽ വലിയ കാലയളവ് എടുത്തിട്ടാണ് ഓരോ കുറ്റകൃത്യവും അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ ബിന്ദുവിൻ്റെയും ഐഷയുടെയും ജൈനമ്മയുടെയും സിന്ധുവിൻ്റെയൊക്കെ എടുത്താൽ നമുക്ക് അതിൽ മനസ്സിലാവും തെളിവുകൾ പൂർണ്ണമായും ആ സമയത്ത് നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തിന് ആളുകൾ കാണും. ഈ സെബാസ്റ്റ്യൻ ഒറ്റക്കായിരിക്കത്തില്ല ഇതൊന്നും ചെയ്യുന്നത്. കാര്യം ഈ ഒറ്റക്ക് താമസിക്കുന്നവരുമായി അവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് വരെ സെബാസ്റ്റ്യൻ ഒറ്റക്ക് തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ജൈനമ്മയുടെ കേസിൽ സ്വർണം പണയം വെച്ചിരിക്കുന്നത് മറ്റുള്ള ആളുകളെ കൊണ്ടാണ്. ഈ ബിന്ദുവിൻ്റെ വ്യാജരേഖ ചമക്കലിനൊക്കെ അദ്ദേഹം ഒട്ടനവധി ആളുകൾ അതിൻ്റെ അകത്ത് കൂട്ടാളികളുണ്ട്. അതിൽ ആധാരം എഴുത്തുകാരി മുതൽ ഇതിൻ്റെ ഫോർജറി ചെയ്ത ആളുകൾ, SLC ബുക്ക് വ്യാജമായിട്ട് നിർമ്മിച്ചു, ആധാർ കാർഡ് നിർമ്മിച്ചു, അത്തരത്തിൽ ചെയ്ത കൂട്ടാളികളുണ്ട്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ആളുകളുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ ഈ അന്വേഷണം വ്യാപിപ്പിക്കണം. ഈ ബിന്ദുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകളെ ക്രൈംബ്രാഞ്ച് അന്ന് ചോദ്യം ചെയ്തിരുന്നു. കുറച്ച് ആളുകളെ പ്രതി ചേർത്തു, കുറച്ച് ആളുകളെ മറ്റിടപെടലുകളുടെ പേരിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ദുരൂഹത നിറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, അതിൽ മനോജ് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു. അതിന് അദ്ദേഹത്തിന് ഭീഷണിയുണ്ടോ എന്നതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. അതിലും ദുരൂഹത പറഞ്ഞിട്ടുണ്ട്. മനോജിൻ്റെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ തന്നെ അതിൽ ദുരൂഹതയുണ്ട് എന്ന് അന്ന് ആരോപിച്ചു. മുഖ്യമന്ത്രിക്കടക്കം അന്ന് പരാതി കൊടുത്തതാണ്. പക്ഷേ അതിലേക്കൊന്നും അന്വേഷണ സംഘം പോയില്ല. മറ്റൊന്നുള്ളത്, ഒട്ടനവധി ക്രിമിനൽ സംഘങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ജൈനമ്മയുടെ കേസിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ സ്വർണം പണയം വെച്ചതൊക്കെ അത്തരത്തിലുള്ള ആളുകളാണ്. ഇതിൽ ഈ ബിന്ദുവിൻ്റെ കേസ് മുതൽ അന്ന് മുതൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും നമുക്ക് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അവർ ചോദ്യം ചെയ്താൽ ഇനിയും നമുക്ക് സാധ്യതയുണ്ട്. കുറേ തെളിവുകൾ ഏകദേശം 90% നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ചോദിക്കട്ടെ ശ്രീ രൂപേഷ്, അതായത് ഈ വ്യാജരേഖ ചമച്ചതും സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചതും ഒക്കെയായി വളരെ സംശയാസ്പദമായ ഒരു സാഹചര്യം ഇയാൾക്ക് ചുറ്റുമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവരുടെ തിരോധാനം എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർ അവശേഷിക്കുന്നില്ല, അവർ മരിച്ചു പോയിട്ടുണ്ടാകും എന്ന കാര്യത്തിലടക്കം ഇയാളിലേക്ക് അന്വേഷണം പോകാതിരുന്നത്? അതെ, അത് തന്നെയാണ് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യമാണ്. ഇതിൽ കേസന്വേഷണം അട്ടിമറിക്കപ്പെട്ടതാണ്. അതിൽ വലിയ ബന്ധങ്ങൾ അതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ സ്വാധീനം വന്നിട്ടുണ്ട്. പോലീസ് ഉന്നതന്മാർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതിൽ ബിന്ദുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ് നമ്മുടെ മനോജ് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്യുന്നത്. ഇതോടൊപ്പം കേസന്വേഷണത്തിൻ്റെ പേരിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച പല ആളുകളെയും അവർ വിട്ടയക്കുന്ന സമീപനം സ്വീകരിച്ചു. കുറച്ച് ആളുകളെ മാത്രമേ പ്രതി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിലൊക്കെ ദുരൂഹതയുണ്ട്. ഇവരെയൊക്കെ ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരണം. കാര്യം ഇത് സമാന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ സെബാസ്റ്റ്യന് തന്നെയാണ് നേരിട്ട് പങ്കുള്ളത് എന്നുള്ളത് ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവരെ എല്ലാം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിന് വേണ്ട തെളിവുകൾ ശേഖരിക്കാൻ ഇനിയും സമയമുണ്ട്. പക്ഷെ അത് വൈകിയാൽ ഈ കേസ് എങ്ങനെയായി തീരുമെന്ന് പറയുവാൻ സാധിക്കത്തില്ല. കാര്യം ഇപ്പോൾ ബിന്ദുവിൻ്റെയും ജൈനമ്മയുടെയും ഐഷയുടെയും സിന്ധുവിൻ്റെയും കേസുകളാണല്ലോ നിലവിൽ ഉള്ളത്. ഇനി വരാൻ പോകുന്ന കേസുകളും കാണും. കാര്യം പരാതികൾ പോലും ഇല്ലാത്തത് ഇതിൻ്റെ കൂടെ കാണും. പക്ഷേ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരോധാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ തന്നെ മിസ്സിംഗ് കേസുകൾ ഇതുമായി എടുത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്യിക്കുന്ന കേസുകൾ കാണും.